ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ട്. ചേട്ടാ, ഇപ്പം സുപ്രീം കോർട്ട് വരെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും പറഞ്ഞുകൂടാന്ന്. പെൺപിള്ളേർ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത് ചേട്ടൻ പറ. ഇഷ്ടമുള്ള ഡ്രസ് ഇടാം, പക്ഷെ അത് ഡ്രസ് ഇടാന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഇപ്പം പറഞ്ഞ എന്താ? സ്ത്രീകൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, പക്ഷെ ആ വസ്ത്രധാരണത്തിന് ഒരു മാന്യതയും മിതത്വവും വേണം. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിന് ഇപ്പൊ ആൾക്കാർ എന്ത് പറയാനാ? എന്റെ ഇഷ്ടമല്ലേ, എനിക്ക് ചേരുന്ന ഡ്രസ്സല്ലേ ഇടേണ്ടത്. സാരിയും പൊട്ടുമൊക്കെ ചുറ്റിയാണ് ഹണി വരുന്നത്, പക്ഷെ ആ സാരി ഉടുക്കുന്ന രീതിയിൽ ശരീരഭാഗങ്ങളുടെ ബോഡി പാർട്ട് എടുത്ത് ഇപ്പം വേറെ മാറ്റി വെക്കാൻ പറ്റുമോ? അമ്പലത്തിൽ ബിക്കിനി ധരിച്ച് ഒരാൾ കയറുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ തടയില്ല. അപ്പം എന്തുകൊണ്ട് അമ്പലത്തിൽ അങ്ങനെ കൂടാ? എന്തെങ്കിലും ന്യായം? ഇത്രയും ബോധമില്ലാത്തവരുണ്ട്. കറക്റ്റ്, എക്സാക്ട്ലി. ആ ബോധം ഹണി റോസ് ഇനോഗ്രേഷൻ വേദിയിൽ കാണിക്കുന്നത് പറയുന്നു. അമ്പലം പോലെയാണോ ഇനോഗ്രേഷൻ? ബോച്ച എങ്ങനെ സംസാരിക്കണം നമ്മൾ തീരുമാനിക്കണം. ബോച്ച സ്ത്രീകളെ മാത്രമല്ല, ഒരു കടയിൽ ചെന്നിട്ട് പഴംപൊരിയ വരെ വെച്ച് ഡബിൾ മീനിങ്. ബോച്ചയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ഫാത്തിമ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഈശ്വറിനെ തർക്കത്തിൽ തോപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡബിൾ മീനിങ് പറയുന്നതാണോ ഇത്ര വലിയ കാര്യം? പുള്ളി പറഞ്ഞേക്കുന്ന ഹണി റോസിനെ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, പുള്ളിക്കാരി ബോച്ചയുടെ എന്തോ ഒരു സ്വർണത്തിന്റെ കേസ് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ജ്വല്ലറി മാറിപ്പോയതാണെന്നാണ് ബോച്ച വന്നിട്ട് പറഞ്ഞത്. അതിന് ബോച്ച പറഞ്ഞത് ഡബിൾ മീനിങ്ങിലാണ്. പാടില്ല. ഞാനും ഇത് കേട്ടു, ടി വിയിലാണ് കേട്ടത്, ഞാൻ കണ്ടില്ല. അതായത് ബോച്ചയുടെ കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചു. അയാൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു സ്ത്രീകളോട് എങ്ങനെ ബഹുമാനത്തെ സംസാരിക്കണമെന്ന് പുള്ളിക്കാരുടെ സെൻസ്. ബോച്ചെ സ്വന്തം കാശ് വെച്ച് ഹണി റോസിനെ വിളിച്ചു, കാശ് മേടിച്ചു ഹണി റോസ് പോയി. ബോച്ചെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നൊരു തമാശ പറഞ്ഞു, അതിന് ബോച്ചെ അറസ്റ്റ് ചെയ്യണോ? ഒരു വർഷത്തേക്ക് ആ മനുഷ്യനെ ഇതിന്റെ പേര് ജയിലിടണം. ഒരു വർഷത്തേക്ക് അയാളെ ജയിലിൽ ഇടേണ്ട കാര്യമുണ്ടോ? പിന്നെ 2 ദിവസം ഇടേണ്ട കാര്യമുണ്ടോ? ബോച്ചെ പുനർചിന്തിക്കണം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒഴിവാക്കണം. ഡബിൾ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു സൈഡിൽ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നു. ചേട്ടൻ തന്നെ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി പ്രൈമറി ഐ ഫോക്കസ്ഡ് ആണെന്നും കാണുന്നവർക്ക് മൊത്തം ഈ സെക്ഷുവാലിറ്റി തോന്നുന്നു. ഫാത്തിമയ്ക്ക് ഞാൻ പറയുന്നതിനോട് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ചേട്ടന് മുമ്പിൽ ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണെങ്കിൽ ചേട്ടൻ ആ കണ്ണോടെ നോക്കുവോ? അല്ലെങ്കിൽ ഇവരോട് തന്നെ ചോദിച്ചാൽ ഇതാണ് സത്യമെന്ന് എല്ലാ ആണുങ്ങൾക്കും അറിയാം. എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ മാത്രം. എടാ, അത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ ചാനലിന്റെ കമന്റ് അടക്കം എല്ലാ മാധ്യമങ്ങളുടെയും കമന്റിലടക്കം നിങ്ങൾ നോക്കിയാൽ 99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെയാണ് പിന്തുണയ്ക്കുന്നത്, ഹണി റോസിനെ അല്ല. ഇപ്പൊ ചേട്ടന് ഗാന്ധിജിയുടെ ടാറ്റുവും ഇതെല്ലാം വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ അല്ലേ ഇല്ലാതാക്കുന്നത്? ഏറ്റവും താഴ്ത്തി നെക്ലൈൻ ഇട്ടാലേ പുരോഗമനവാദം ആകുമെന്ന് പറയരുത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ ഇന്ദിരാഗാന്ധി ഫുള്ളി കവേർഡ് ഡ്രസ് അല്ലേ ഇട്ടിരുന്നത്. ആ ഇന്ദിരാഗാന്ധി ഹൈനെക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്വാതന്ത്ര്യമായിരിക്കും, അവർക്കുള്ളൊരു ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന ഡ്രസ്സ് കുറഞ്ഞു വന്ന് 50 വർഷം കഴിഞ്ഞ ആൾക്കാർ ഡ്രസ് ഇടാതാവുമെന്നാണോ? ഇന്നത്തെ ഞാൻ മാതൃഭൂമിയിലും ഫ്ലവേഴ്സ് ഏഷ്യാനെറ്റൊക്കെ ഓൾറെഡി ഹണി റോസ് അതിജീവിതയായി കഴിഞ്ഞു. ഓൾറെഡി നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ക്രിമിനലായി കഴിഞ്ഞു. കോടതി ഒന്നും ഇല്ല ഇവിടെ. അതിജീവിതയാണ്. അതെങ്ങനെ അതിജീവിതയായി? പരാതി കൊടുത്തല്ലേ ഉള്ളൂ. ജീവിത എന്ന് പറയുന്ന ഒരു വാക്കിനെ പുച്ഛത്തോടാണോ കാണുന്നത്? അല്ല, അതിജീവിത എന്ന വാക്കിനെ പുച്ഛവൽക്കരിക്കുന്നത് കാണുന്ന എല്ലാരെയും അതിജീവിത എന്ന് വിളിക്കുന്നതിനോടാണ്. ഇന്ന് മഴവിൽ കേരളത്തിൽ എന്റെ കൂടെ ഉള്ളത് കേരളത്തിൽ തന്നെ ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ബോച്ച ഹണി റോസ് വിഷയവുമായി സംസാരിക്കാൻ വന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രമുഖ ആക്ടിവിസ്റ്റും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രവർത്തകനുമായ രാഹുൽ ഈശ്വറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. ഇപ്പൊ സ്ത്രീകളോട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, പക്ഷെ ആ വസ്ത്രധാരണത്തിന് ഒരു മാന്യതയും മിതത്വവും വേണമെന്ന് പറയുന്നതിന്റെ റീസൺ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാവും അറിയില്ല. ഇപ്പം ഫാത്തിമ എന്നാണ് പേരല്ലേ, ഫാത്തിമയുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഫാത്തിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഫാത്തിമ ഈ ചില വസ്ത്രങ്ങൾ ഇവിടെ ധരിക്കരുത് അല്ലെങ്കിൽ ചില മിതത്വം വേണമെന്ന് പറയുന്നത് ഫാത്തിമയോട് ദേഷ്യമുള്ളതുകൊണ്ടായിരിക്കും, ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും.
നമുക്കൊരു വ്യക്തിയോട് ബഹുമാനവും ഇഷ്ടവും ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ആ വസ്ത്രധാരണത്തിന് ചില പരിധികളും പരിമിതികളും വേണം എന്ന്. അപ്പോൾ അത് പറയുന്നത് ഒരു ബഹുമാനത്തിൻ്റെ സൂചകമാണ് എന്ന് കാണാതെ, ഇഷ്ടത്തിൻ്റെ സൂചകമാണെന്ന് കാണാതെ സ്ത്രീകളെ അടിച്ചമർത്താൻ നിൽക്കുന്നവരാണ് എന്നൊന്നും ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. ബോച്ചയുടെ വിഷയത്തിൽ തന്നെ ബോച്ചെ പറഞ്ഞത് ശരിയായില്ല. ബോച്ചെ പറഞ്ഞത് അദ്ദേഹം മാപ്പ് പറയണം. ബോച്ചയുടെ മാപ്പ് ഹണി സ്വീകരിക്കണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തികളൊന്നും ഞാനാണ്. ബോച്ചെ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, ദ്വയാർത്ഥ പ്രയോഗമാണ്. എന്നാൽ ഹണി റോസും വിമർശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്നൊരു പോയിന്റ് പറഞ്ഞാൽ അതിനെതിരെ ഇത്രയും ആക്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മുടെ സ്ത്രീ സമൂഹം ചിന്തിക്കണം. അതിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ചേട്ടൻ അത് ഹണി റോസ് ഇടുന്ന ഡ്രസ്സിന്റെ കുറ്റമാണെന്ന് പറഞ്ഞല്ലോ. ഒരാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ചിടുന്നതിന് എന്താണ് തെറ്റ്? ഹണി റോസിനെ കുറ്റം പറയുകയല്ല, ഹണി റോസിന്റെ ഡ്രസ്സും അല്ല പ്രശ്നം. സാരി മനോഹരമായ ഡ്രസ്സാണ്. പക്ഷെ ആ സാരി ടിപ്പ് ബെർസാ പാനിയിൽ രവീന ടണ്ടൻ ഇടുന്നത് പോലെ ഇട്ടുകൊണ്ട് പൊതുവേദിയിൽ വരികയാണെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമല്ലേ? ഇത് ഹണി റോസിനെ, എനിക്ക് ഹണി റോസിനെ ബഹുമാനമാണ്, ഇഷ്ടമാണ്, ആദരവാണ്. അവരുടെ റേച്ചൽ എന്നൊരു സിനിമ വരുന്നുണ്ട്, അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹണി റോസ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ അമല പോൾ നമ്മുടെ എറണാകുളത്തെ ഒരു കോളേജിൽ പോയി. അവിടെ പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ വളരെ ഇറങ്ങിയ നെക്ക് ലൈനും വളരെ എക്സ്പോസിങ് ആയുള്ള ഡ്രസ്സൊക്കെ വരുമ്പോൾ സമൂഹത്തിൽ ആൾക്കാർ അൺകംഫർട്ടബിൾ ആകും. അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അമലാപോളിന്റെ കാര്യം വന്നപ്പോൾ ചേട്ടൻ എന്താ പ്രതികരിച്ചു. ഇതേപോലെ തന്നെ പറഞ്ഞപ്പോഴും അമലാപോൾ ചെയ്ത കാര്യം ശരിയല്ലെന്നും, അമലാപോൾ എന്താ പറയുക, വളരെ പ്രതിഭയുള്ള നടിയാണ്, സൗത്തിലടക്കം പ്രശസ്തയാണ്. നമ്മുടെ ഹണി റോസ് തെലുങ്കിലടക്കം സൂപ്പർ താരങ്ങളുടെ നായികയായി വന്നതാണ്. വസ്ത്രധാരണത്തിൽ അപ്പോൾ ഒരു മാന്യതയും മിതത്വം വേണം. ഏതുപോലെ ബോച്ചയുടെ വാക്കുകൾക്ക് മിതത്വം വേണ്ടേ? അതിന് ആ കാര്യത്തിൽ വിയോജിക്കുന്നില്ലല്ലോ. ബോച്ചയുടെ വാക്കുകൾക്ക് മിതത്വം വേണം. ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. ലൈംഗിക ദ്വീപനമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കാൻ പാടില്ല. 100% യോജിക്കുന്നു. അതേ മാന്യതയും മര്യാദയും ഹണി റോസിനും വേണമെന്ന് പറയുന്നത് തെറ്റാണോ? ചേട്ടാ, ബോഡിക്കോൺ എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കും ആ ഡ്രസ്സ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഇട്ട് പുറത്തൊരു സമൂഹത്തിൽ വന്നെന്ന് പറഞ്ഞിപ്പോ എന്താണ് ഇത്ര വലിയ? അവിടെയാണ് ശരീരത്തിന്റെ അത്രയും എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് വന്നാൽ സമൂഹത്തിൽ നിന്ന് അതിലെ നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാവില്ല. ഇല്ലെന്ന് അഭിപ്രായമുണ്ടോ? ഫാത്തിമയുടെ ഏതെങ്കിലും നല്ല ആൺ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലോ സഹോദരനുണ്ടോ അവരോട് ചോദിച്ചാൽ ഈ പറയുന്ന പോയിന്റ് സത്യമാണെന്ന് പറയും. ഇത് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. ഈ അറിയാവുന്ന കാര്യം പലർക്കും മാധ്യമങ്ങളെ പേടിച്ചോ അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള മെയിൻ സ്ട്രീം ഡിജിറ്റൽ മീഡിയയെ പേടിച്ചോ അവർക്ക് പറയാൻ മടിയാണ്. ഈ സത്യം ഞാൻ ഉറപ്പ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മിസ് ഇന്ത്യയിൽ പല ഡ്രസ്സിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ബിക്കിനി ഇട്ട് വരെ വന്ന ഷോ ചെയ്യുന്നവരുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ആ ബിക്കിനി ഇട്ട് ആരെങ്കിലും അങ്ങനെ ഇനോഗ്രേഷന് വന്നാൽ ഫാത്തിമയ്ക്ക് യോജിക്കാൻ കഴിയും? ഫാത്തിമ പറഞ്ഞു, ഉദാഹരണം തന്നെ തിരിച്ചു ചോദിക്കാം. ഞാനത് ഒരു എന്താ പറയണേ, ഒരു കൊടുക്കാൻ ചോദിക്കുകയല്ല. ഫാത്തിമ പറയുന്നുണ്ട് മിസ് ഇന്ത്യയിൽ ബിക്കിനി അല്ലെങ്കിൽ മിസ് വേൾഡിലും മിസ് യൂണിവേഴ്സിലും ബിക്കിനി ഇട്ട് വരുന്നുണ്ട്. പക്ഷേ നാളെ ഐശ്വര്യ റായിയോ സുസ്മിതാ സെന്നോ ബിക്കിനി ഇട്ട് ഒരു പരിപാടിക്ക് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അനൗചിത്യമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നൊരു അഭിപ്രായം ഫാത്തിമയ്ക്കുണ്ടോ? അല്ല, ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ആണിന്റെ ലൈംഗികത കാണുന്നത് കണ്ണിക്കൂടാണെന്ന്. അപ്പൊ ഈ മിസ് വേൾഡിലും മിസ് യൂണിവേഴ്സിലും എല്ലാരും അവരും ഇരിക്കുന്നത് ഓഡിയൻസ് തന്നെ അല്ലേ? ആ ഓഡിയൻസ് അവിടെ പോകുന്നത് ബിക്കിനി റൗണ്ടിൽ ഇരിക്കുന്നത് സ്ത്രീയുടെ ബൗദ്ധികമായ ഔന്നിത്യം പരിശോധിക്കാനാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അതായത് സണ്ണി ലിയോൺ കൊച്ചിയിൽ വരുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു. കൊച്ചി നഗരത്തിന് ഞാൻ ആ ദിവസം പെട്ടുപോയൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്കറിയാം. സണ്ണി ലിയോണിയോട് എനിക്ക് എന്താ പറയുക വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. സണ്ണി ലിയോണി എത്തിയ ദിവസം കൊച്ചിയിൽ ഇത്രയും ആൾക്കാർ കൂടിയത് സണ്ണി ലിയോന്റെ പ്രസംഗം കേൾക്കാനാണോ? സണ്ണി ലിയോൺ ബൗദ്ധികമായ ഇൻസൈറ്റ് കൊടുക്കാനാണോ? അല്ലല്ലോ. ദുരുദ്ദേശത്തോടെയും മറ്റുദ്ദേശങ്ങളോടെയും ലൈംഗിക ചൊവ്വയോടും കൂടിയല്ലേ. അപ്പൊ നമ്മുടെ സ്ത്രീകൾ പോകുമ്പോൾ അവർക്ക് ബഹുമാനം ഉണ്ടാകണം. അവരുടെ സൗന്ദര്യം മഹത്തരമാണ്. പക്ഷേ സൗന്ദര്യവും ഓവർ എക്സ്പോഷറും വൾഗാരിറ്റിയും രണ്ടാണ്. അങ്ങനെ വൾഗർ എന്നൊരു കാര്യമാണ്. ഇനിയും ഫാത്തിമ ഇതിന് മറുപടി പറയണ്ട. കേരളത്തിൽ ആരോടും ചോദിക്കൂ, ഫാത്തിമയുടെ സുഹൃത്തുക്കളായി ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നവരോട് ചോദിക്കൂ, ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ട്? ചേട്ടാ, അവരില്ലെങ്കിൽ അവരത് കാണാനായിട്ട് പോകുന്നുണ്ട്. കാരണം ആ ഒരു നടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നതാണോ? ഈ വിളിക്കുന്ന ടീം തന്നെ പറയുന്നുണ്ടായിരിക്കും, ബ്രാൻഡ് തന്നെ പറയുന്നുണ്ടായിരിക്കും, ഹണി റോസ് ഈ ഡ്രസ് ഇട്ടാ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. ആ ഒരു സ്ത്രീ അത് ഇട്ടോണ്ട് വരുന്നത് അത് സ്ത്രീയെ കമോഡിഫൈ ചെയ്യുക, ഒബ്ജക്ടിഫൈ ചെയ്യുക, സെക്ഷുവലൈസ് ചെയ്യുക, ലൈംഗികവൽക്കരിക്കുക, ഭോഗവസ്തുവാക്കുക, പ്രദർശന വസ്തുവാക്കുക എന്നൊരു തലം കൂടി അതിനുണ്ട്. അത് സീരിയസ് ആയി ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? അതായത് സ്ത്രീ ശരീരത്തെ നമുക്ക് പറയാം. ഞാൻ ക്രിക്കറ്റിന്റെ ഒരു ആരാധകനാണ്. IPL മത്സരങ്ങൾ നടക്കുമ്പോൾ പോലും 4ഉം 6ഉം അടിക്കുമ്പോൾ 4ന്റെയും 6ന്റെയും റീപ്ലേ കാണിക്കുന്നതിന് പകരം മിനി സ്കർട്ട് ഇട്ട കുട്ടികളെ കൊണ്ട് വ്യത്യസ്ത ക്യാമറ ആംഗിളുകളിലൂടെ ഡാൻസ് കളിപ്പിക്കുകയാണ്. ഇത് ക്രിക്കറ്റിന്
ജീവനെ മഹത്വവൽക്കരിക്കാനാണോ? എറണാകുളത്ത് ഒരു പ്രത്യേക 5 സ്റ്റാർ ഹോട്ടലുണ്ട്. ആ 5 സ്റ്റാർ ഹോട്ടലിൽ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയാൽ ഫ്രീ ആണ് അവളുടെ എൻട്രി. പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ പോയാൽ 1000 രൂപയാണ്. അതായത് പെൺകുട്ടി ഒറ്റയ്ക്ക് പോയാൽ അവളെ ഫ്രീ ആയിട്ട് അകത്ത് കയറ്റുകയും ഡ്രിങ്ക്സ് കൊടുക്കുകയും ചെയ്യുന്നത് അതിന്റെ പിന്നിൽ സ്ത്രീ വിമോചന താല്പര്യങ്ങളല്ല, സ്ത്രീയെ വൾഗറാക്കി ചിത്രീകരിക്കാനും സ്ത്രീയുടെ ശരീരം വിൽപ്പനച്ചരക്കാക്കാനുമുള്ള ചിന്തയാണ് എന്ന് നമ്മുടെ സഹോദരിമാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അതിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ബാറിൽ പോകുമ്പോ നമുക്ക് സെറ്റ് സാരി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പോകണ്ട, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പക്ഷെ അവിടെ കൊണ്ടുപോകുന്നവരെ ആ രീതിയിൽ പെൺ ശരീരത്തെ വിപണന മൂല്യമുള്ള ഒരു സാധനമാക്കി മാറ്റുകയല്ല. ഇനിയും രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ വിടാം. ഫറാ ഷിബില എന്ന നടി കലാകാരിയാണ്, അഭിനേത്രിയാണ്, മോഡലാണ്. ഹണി റോസിന്റെ വിമർശനം ചെല്ലെങ്കിലും ശ്രദ്ധിച്ചു കാണും. ഫറാ ഷിബിലയുടെ വാക്കുകളാണ്, രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല. കാര്യം അതേ വാക്കുകൾ ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ എന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഫറാ ഷിബില പറയുന്നു, കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യവും ആൺനോട്ടവും ഏറ്റവും വിപണന സാധ്യതയുള്ള ഒരു കാര്യമാക്കി മാറ്റിയ വ്യക്തി ഹണി റോസ് ആണെന്ന്. രാഹുൽ ഈശ്വർ അല്ല, ഫറാ ഷിബിലയുടെ എക്സാക്ട് വാക്കുകളാണ്. നമ്മുടെ ഈ കൊച്ചു നാടിന്റെ അല്ലെങ്കിൽ ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യം, ഈ നാടിന്റെ ആൺനോട്ടങ്ങൾ, ഇവയെ വിപണന മൂല്യമുള്ള മാർക്കറ്റിംഗ് സാധനമാക്കി മാറ്റിയത് ഹണി റോസ് ആണ്. സുഹൃത്താണ്, പരിചയക്കാരനാണ് ബോച്ചയും സമാനമായ ഒരു പ്രയോഗവും നടത്തരുത്. പക്ഷേ ഹണി റോസും കൂടി ഒരു ആത്മവിമർശനം നടത്തണമെന്നുള്ളതാണ്. ഹണി തന്നെ വിമർശിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എഴുതും. ഹണിയോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഹണി സ്വയം വിമർശനം നടത്താൻ കൂടി തയ്യാറാകണം. ഈ ബോച്ചി എന്ന് പറയുന്ന വ്യക്തി ഇനാഗ്രേഷനെ വിളിച്ചെങ്കിൽ വിളിച്ചു, ഓക്കെ, പൈസ കൊടുത്തു വിടുന്നു, അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പുള്ളിക്കാരൻ എന്തിനാണ് വീണ്ടും അവര് കുന്തി ദേവിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് സംസാരിക്കുന്ന കാര്യം എന്താ? ഞാൻ യോജിക്കുന്നു, അദ്ദേഹത്തിന്റെ ആ പ്രയോഗം ശരിയല്ല. നിങ്ങൾക്കറിയാവുന്നറിയില്ല, ഷഫാഖ് നാസ് എന്നൊരു സ്ത്രീയുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. ആ വ്യക്തിയെ കുറിച്ചാണ് ബോച്ചെ പറഞ്ഞതെന്ന് വേണമെങ്കിൽ എനിക്ക് ന്യായീകരിക്കാം. കാര്യം സ്റ്റാർ പ്ലസിന്റെ മഹാഭാരതം സീരിയലിൽ കുന്തിയായി അഭിനയിച്ചത് ഈ ഷഫാഖ് നാസ് എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരോടാണ് ഹണി റോസിനെ കമ്പയർ ചെയ്ത് ഇതിലെന്താ തെറ്റ് എന്ന് ചോദിക്കാം. ഞാൻ അത് ചോദിക്കില്ല. അതിന്റെ കാരണം എനിക്കറിയാം, അത് സത്യസന്ധതയില്ലാത്തൊരു ആർഗ്യുമെന്റ് ആണ്. ബോച്ചെ പിൻവലിക്കണം, ബോച്ചെ മാപ്പ് പറയണം, ആ മാപ്പ് ഹണി റോസ് സ്വീകരിക്കണം എന്ന് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ 4 മാസം മുമ്പ് 1 മിനിറ്റുള്ള ഈ തമാശ പറഞ്ഞതിന് 1 വർഷം ബോച്ചയെ ജയിലിലിടണോ? ആലോചിച്ച് നോക്കൂ, 1 വർഷം അല്ലെങ്കിൽ 3 വർഷം പുള്ളിയെ ജയിലിലിടണോ? പുള്ളി പറഞ്ഞേക്കുന്ന ഹണി റോസിനെ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, പുള്ളിക്കാരി ബോച്ചയുടെ എന്തോ ഒരു സ്വർണത്തിന്റെ കേസ് പറഞ്ഞു, പുള്ളിക്കാരിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ജ്വല്ലറി മാറിപ്പോയതാണെന്നാണ് ബോച്ച വന്നിട്ട് പറഞ്ഞത്. അതിന് ബോച്ച പറഞ്ഞത് ഡബിൾ മീനിങ്ങിലാണ്. പാടില്ല. മാത്രമല്ല തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറയുക, ആ കുട്ടി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഈ ഒരു വാക്കു, ഈ ഒരു ആക്ഷൻ ഉപയോഗിച്ചതിലൂടെ ആ പെൺകുട്ടി പലതരത്തിലുള്ള മെന്റലി ആണ് റിയാക്ഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി യോജിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും പോസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, അവർക്കെതിരെ നടപടി എടുക്കണം, അവരെ ബ്ലോക്ക് ചെയ്യണം. കാര്യം ഞാനും ഇത് കേട്ടു, ടിവിയിലാണ് കേട്ടത്, ഞാൻ കണ്ടില്ല. അതായത് ബോച്ചയുടെ കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചു. അത് വളരെ മോശമാണ്. അത് എന്ത് ഒഫൻസീവ് ആണെന്ന് ആലോചിച്ച് നോക്കുക. ആ മഴവിൽ കേരളം അടക്കമുള്ള മാധ്യമങ്ങൾ ബോച്ചയുടെ ഭാഗത്തുള്ള തെറ്റിനെ പർവ്വതീകരിക്കുന്നു, ഹണി റോസിന്റെ ഭാഗത്തുള്ള തെറ്റിനെതിരെ കണ്ണടയ്ക്കുന്നു. ഇത് മാത്രമാണ് എന്റെ പോയിന്റ്. ഹണി റോസും ഒരു ആത്മപരിശോധന നടത്തണം എന്ന് പറഞ്ഞാൽ ഹണി റോസ് ആത്മപരിശോധന നടത്താൻ തയ്യാറാകുമെന്നാണ് എന്റെ ഈ ഹണി റോസിനെ കാണാൻ സ്ത്രീകളും വരുന്നുണ്ട്. ഈ സ്ത്രീകളും ഹണി റോസിനെ കാണുന്ന ഈ ലൈംഗിക ഇതിലൂടെയാണ്. ആ സ്ത്രീകളുടെ വലിയൊരു ശതമാനം ആൾക്കാരുടെ കമന്റുകളും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എടുത്തു നോക്കുക. ഇന്ത്യയിൽ യൂട്യൂബിൽ നമ്പർ 1 ആയി ട്രെൻഡിംഗ് ആയി നിന്നത് ഞാനും ഹാഷ്മിയും തമ്മിലുള്ള ഈ വിഷയത്തിലെ സംവാദമാണ്. അതിന്റെ താഴെ 1000കണക്കിന് കമന്റ് ഉണ്ട്. 99.99 ആൾക്കാരും എന്റെ നിലപാടിനെ അനുകൂലിക്കുകയും ഹണി റോസിന്റെ നിലപാടിനെ എതിർക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ട്? കാര്യം ഇത് കണ്ണടച്ചാൽ നമുക്കേ ഇരുട്ടാവും, ലോകത്തിന് ഇരുട്ടാവില്ല. പല ആൾക്കാരും അങ്ങനെ കണ്ണടച്ചിട്ട്, അപ്പൊ നമുക്ക് കണ്ണടച്ചാൽ നമുക്ക് ഇരുട്ടാവും. ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവർ അല്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളി പോലും കേരളത്തിൽ ജീവിച്ചിരിക്കില്ല, അല്ലെങ്കിൽ അവർ അന്ധരായിരിക്കണം. അപ്പോൾ പല വൾഗർ ആംഗിളുകളിൽ നിന്നുള്ള ഫോട്ടോകൾ, പല വൾഗർ ആംഗിളിൽ നിന്നുള്ള വീഡിയോകൾ. ഫറാ ഷിബില ചോദിക്കുന്നു, ഇത് തന്നെ റീഷെയർ ചെയ്യുന്നതിലൂടെ ഹണി എന്ത് മാതൃകയാണ് കാണിക്കുന്നത്? അപ്പം ഒരു വരി കൂടെ പറഞ്ഞ് തകളിലേക്ക് വരാം. പെൺകുട്ടിയെ സെക്ഷുവലൈസ് ചെയ്യുന്ന, കമോഡിഫൈ ചെയ്യുന്ന, ഒബ്ജക്ടിഫൈ ചെയ്യുന്ന, ഭോഗ ലൈംഗിക വസ്തുവാക്കി മാറ്റുന്നതിനെതിരെ നിലപാടെടുക്കേണ്ട നമ്മൾ അതിനെരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ശരിയാണോ? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിന് ഇപ്പൊ ആൾക്കാർ എന്ത് പറയാനാണ്? എന്റെ ഇഷ്ടമല്ലേ, എനിക്ക് ചേരുന്ന ഡ്രസ്സല്ലേ ഇടേണ്ടത്. ഇപ്പൊ എനിക്ക് ഇനാഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സാരിയും ചുറ്റി പൊട്ടു ഇട്ടുകൊണ്ട് വന്നിരിക്കേണ്ട ആവശ്യമില്ല. സാരിയും പൊട്ടും ഒക്കെ ചുറ്റിയാണ് ഹണി വരുന്നത്. പക്ഷെ ആ സാരി ഉടുക്കുന്ന രീതിയിൽ ശരീരഭാഗങ്ങളുടെ ബോഡി പാർട്ട് എടുത്ത് ഇപ്പൊ വേറെ മാറ്റി വെക്കാൻ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. നന്നായി വസ്ത്രം ധരിക്കുന്ന ഒരുപാട് പേരെ അറിയില്ലേ? നന്നായി വസ്ത്രം. ഇപ്പൊ ഉദാഹരണം ഞാൻ കുറെ കൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം വാദം ശ്രദ്ധിച്ച് കാണാം. നമ്മുടെ ആസിഫ് അലിയോടൊപ്പം എറണാകുളത്തെ ഒരു കോളേജിൽ പോയത്, വളരെ നെക്ക് ലൈൻ താഴ്ത്തി ക്ലീവേജ് അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു കോളേജിൽ പോകുമ്പോൾ പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഇതുപോലെ പള്ളിയിലച്ചന്മാരെ അത്ര ആദരിച്ചുകൊണ്ടാ പറയുന്നത്. പള്ളിയുടെ കോളേജാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ്, സരസ്വതി ക്ഷേത്രമാണ്, അല്ലെങ്കിൽ വിദ്യയെ ആദരവോടെ കാണുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമൂഹമുള്ള സ്ഥലമാണ്. അവിടെ ഇത്രയും താഴ്ത്തിയ നെക്ക് ലൈൻ ഇട്ട് പോകുമ്പോൾ പിള്ളേർ വീഡിയോ എടുക്കുന്നതിനെ കുറ്റം പറയാൻ പറ്റുമോ?
പിള്ളേർ അങ്ങനെ കമന്റ് അടിക്കുന്നതിനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ അവിടെയാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിന് നേരെ മറിച്ച് സിനിമയുടെ ഉള്ളിൽ ഒരു ഡാൻസ് കളിക്കുകയാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് വസ്ത്രധാരണത്തിൽ മാന്യത വരുത്തണമെന്ന് പറയുന്നത്, വാക്കിന് മാന്യത വേണ്ടേ? അപ്പം വസ്ത്രധാരണത്തിന് മാന്യത വേണ്ടേ? മാന്യത വേണമെന്നല്ല, ഇപ്പൊ ചേട്ടന് ഗാന്ധിജിയുടെ ടാറ്റുവും ഇതെല്ലാം വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ അല്ലേ ഇല്ലാതാക്കുന്നത്? ഒരിക്കലുമല്ല. പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അപരിമിതമാണോ? ഇടാൻ പാടില്ല, അങ്ങനത്തെ ഉള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് ലൈംഗിക ചൊവ്വയോടെയാണ് കാണുന്നത്. അതല്ലേ സത്യം? അങ്ങനെ അല്ലെന്ന് അഭിപ്രായം ഉണ്ടോ? അങ്ങനെയൊക്കെ വെറുതെ ഫാത്തിമ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ചേട്ടന് മുമ്പിൽ ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണെങ്കിൽ ചേട്ടൻ ആ കണ്ണോടെ നോക്കുവോ? പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും അറിയാത്തൊരു പോയിന്റാണ്, ആൺകുട്ടിയുടെ കണ്ണിലൂടെയാണ് അവന്റെ പ്രൈമറി സെക്ഷുവൽ സ്പേസ് കണ്ണാണ്, വിഷ്വലാണ്, നോട്ടമാണ്. പെൺകുട്ടിയുടെ പ്രൈമറി സെക്ഷുവൽ സ്പേസ് അവളുടെ ബ്രെയിൻ ആണ്, മനസ്സാണ്. ഈ വ്യത്യാസം എല്ലാ ആണുങ്ങൾക്കും അറിയാം. ഫാത്തിമയ്ക്ക് വിശ്വാസവും ഇഷ്ടവും ഉള്ള ഒരാളോട് ക്യാമറകൾ അടച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഇവരോട് തന്നെ ചോദിച്ചാൽ ഈ പോണ വഴിക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണോ എന്ന് ക്യാമറയും ഫോണും ഇല്ലാതെ ചോദിച്ചാൽ അവരത് അംഗീകരിക്കും. കാര്യം ഇതാണ് സത്യമെന്ന് എല്ലാ ആണുങ്ങൾക്കും അറിയാം. എല്ലാ ആണുങ്ങളും അങ്ങനല്ല. ഇപ്പൊ ചേട്ടന് ഈ ഡ്രസ്സ്, പെൺപിള്ളേരുടെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു. പെൺപിള്ളേർ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്? ചേട്ടൻ പറ. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, പക്ഷെ അത് ഡ്രസ് ഇടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇപ്പം പറഞ്ഞ എന്താ? അതിന് സഭ്യതയുടെ അതിർവരമ്പുകൾ വേണ്ടേ? ഇപ്പൊ ഉദാഹരണം ഞാൻ തിരിച്ചു ചോദിക്കാണ്, വാദത്തിന് വേണ്ടിയാണ് കേട്ടോ. ബോച്ച എങ്ങനെ സംസാരിക്കണം നമ്മൾ തീരുമാനിക്കണം. ബോച്ചയ്ക്ക് അയാൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു സ്ത്രീകളോട് എങ്ങനെ ബഹുമാനത്തെ സംസാരിക്കണമെന്ന് പുള്ളിക്കാരുടെ സെൻസ്. അപ്പൊ ഫാത്തിമ ഒരു കണ്ടീഷൻ പറഞ്ഞില്ലേ, ബോച്ചയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷേ ഇപ്പൊ പറഞ്ഞു ശ്രദ്ധിച്ച ഈ പക്ഷെയാണ് ഞാനും പറയുന്നത്. അതായത് ബോച്ചയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷേ മാന്യത വിടരുത്. ഹണി റോസിന് എന്ത് വേണമെങ്കിൽ ധരിക്കാം, പക്ഷേ സമൂഹത്തിൽ മാന്യതകളുണ്ട്. ഇത് പറയുന്നത് നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവും. ചേട്ടൻ തന്നെ ഇപ്പൊ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടായിരുന്നു, കൈയടിക്കത്തില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഐറ്റം ഡാൻസുകളെ പ്രൊമോട്ട് ചെയ്യുന്ന, കമോഡിഫൈ ചെയ്യുന്ന ഈ ലോകത്ത് ഐറ്റം ഡാൻസുകൾ ഒരു സ്കൂളിലും കോളേജിലും ഇനോഗ്രേഷനും വരുമ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഈ ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്ത്രീയെ ഐറ്റം ആകുന്നതിൽ അഭിമാനിക്കുകയാണ്. അതായത് പണ്ട്, ഞാൻ ആ വാക്ക് പറയുന്നതിന് പ്രശ്നമുണ്ടോ എന്നറിയില്ല, ഇപ്പൊ ഹിന്ദിയിൽ മാലെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഐറ്റം എന്നോ ഒക്കെ ധ്വനിക്കുന്ന മലയാളത്തിലെ വാക്കുകളുണ്ട്. ഈ വാക്കുകൾ പണ്ട് വളരെ ഒഫൻസീവായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം പെൺകുട്ടികൾ തന്നെ, ഐശ്വര്യ റായ് അടക്കം, കേട്ടോ, ആരെയും കുറ്റം പറയാനല്ല, സാക്ഷാൽ ഐശ്വര്യ റായ് അടക്കം ഐറ്റം ഡാൻസ് കാശ് മേടിച്ച് കളിക്കുകയാണ്. അപ്പം സ്വയം ഐറ്റം ആകാൻ പെൺകുട്ടികൾ നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. ഞാൻ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, ബോച്ചയെ വിമർശിച്ച് ഞാൻ പറയല്ല. ബോച്ചെ സ്ത്രീകളെ മാത്രമല്ല, ഒരു കടയിൽ ചെന്നിട്ട് പഴംപൊരിയെ വരെ വെച്ച് ഡബിൾ മീനിങ്, ബോച്ചയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡബിൾ മീനിങ് പറയുന്നതാണോ ഇത്ര വലിയ കാര്യം? കറക്റ്റ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഡബിൾ മീനിങ് പറയുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? അതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അങ്ങനെ വസ്ത്രം ധരിച്ച് ഇനോഗ്രേറ്റ് ചെയ്യുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ രാഹുൽ ഈശ്വർ ഒരു ഇനാഗ്രേഷൻ വരുന്നുണ്ടെന്ന് വേറൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന അടി അറിഞ്ഞെന്ന് വെച്ചോ, അയ്യോ രാഹുൽ ഈശ്വർ വരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? അയ്യോ സാരി ഉടുക്കുന്നതല്ലേ, എനിക്ക് സാരിയാണ് ഇഷ്ടം, സാരിയാണ് നമ്മുടെ ഭാരത സംസ്കാരവും എല്ലാം. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞ അവർക്ക് ഇഷ്ടമുള്ള ഇട്ടോട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഹണി റോസ് ചുരിദാർ ധരിച്ചു വരുന്നതല്ല വിമർശനം. ഹണി റോസ് സാരിയോ ഗൗണോ പ്രത്യേക രീതികളിൽ ധരിക്കുന്നതല്ലേ വിമർശനമാകുന്നത്. ഹണി റോസിന്റെ സാരി അല്ലല്ലോ പ്രശ്നം. അപ്പൊ ഹണി റോസിന്റെ എവിടെയാണ് നമ്മൾ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. നട്ടുച്ചയ്ക്ക് രാവിലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഫാത്തിമ ആ സൂര്യനെ നോക്കി മാത്രം പറയണം. ഇനി രണ്ട്, ഞാൻ പറയുന്നത് ഒരു നിമിഷത്തേക്ക് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ചാനലിന്റെ കമന്റ് അടക്കം, എല്ലാ മാധ്യമങ്ങളുടെയും കമന്റിലടക്കം നിങ്ങൾ നോക്കിയാൽ 99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെയാണ് പിന്തുണയ്ക്കുന്നത്, ഹണി റോസിനെ അല്ല. ഇപ്പോഴത്തെ തലമുറ, അതായത് ഈ 2000-ലെ തലമുറ എല്ലാരും എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. നാളെ മിസ് ഇന്ത്യയുടെ പരിപാടി അങ്ങനെ ബിക്കിനി ഇട്ട് ഒരാൾ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. ഞാൻ അതല്ലേ ചോദിച്ചത്. മോഡലിങ്ങിന് വരുമ്പോഴും ഈ പറയുന്ന ഡ്രസ്സും ഈ ശരീരഭാഗങ്ങളും തന്നെയല്ലേ കാണുന്നത്. അതെ, ഇല്ലെന്നാരും പറയുന്നില്ല. ഈ ലൈംഗിക ചുവ ആർക്കും വരത്തില്ലേ? അവിടെയല്ല, അവിടെയും ലൈംഗിക ചുവയുണ്ട്. സ്ത്രീയെ പ്രദർശന വരുന്ന കാര്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡലിംഗ് നിരോധിക്കണം, ആരും ഒന്നും നിരോധിക്കണ്ട. പക്ഷെ എല്ലാത്തിനും പരിധികൾ വെക്കണം. ഇതൊരു നിലപാടാണ് കേട്ടോ, ഒരു പൊസിഷൻ നമ്മൾ പറയുമല്ലോ. ആരും ഒന്നും നിരോധിക്കണ്ട, പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു ലക്ഷ്മണ രേഖ എന്ന് നമ്മൾ പറയാറുണ്ട്. ലക്ഷ്മണ രേഖ വെക്കണം. ഈ ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന പെൺകുട്ടികളെ പോലും ഏറ്റവും മോശമായി കുറ്റം പറയുന്ന ആൾക്കാരുള്ള ഈ നാട്ടിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോയിട്ട് ആൾക്കാർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം? അത് ആമ്പിള്ളേരുടെ തെറ്റല്ലേ? ആ തെറ്റിന് എരുതിയിൽ എന്നെ ഒഴിക്കണമെന്നേ പറയുന്നുള്ളൂ. ആൺകുട്ടികളുടെ തെറ്റാണ്, ഞങ്ങളടക്കമുള്ള ആണുങ്ങളുടെ തെറ്റാണ്. അതിന് ഹണി റോസ് എരുതിയിൽ എന്നെ ഒഴിക്കുന്നതെന്ന് മാത്രമാണ്. വീട്ടിലുള്ളവരെ അങ്ങനെ കാണുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് എന്താ,
ബോച്ചയെ സപ്പോർട്ട് ചെയ്യുവാണോ? ഒരിക്കലുമല്ല. അവിടെയാണ് ബോച്ചെ ആദ്യം അല്ല, ഇത് രണ്ടുമല്ല സത്യം. ബോച്ചയും വിമർശിക്കപ്പെടണം, ഹണി റോസും വിമർശിക്കപ്പെടണം. ഞാൻ അതാ പറഞ്ഞത്. വെറുതെ ഇറങ്ങിയിട്ട് നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെ പേരുകൾ എനിക്കറിയില്ല, അവരോട് ചോദിക്കുക ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് ഒരിക്കലെങ്കിലും അവർക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ മാത്രം. എടാ, അത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാണ്. അല്ല സുഹൃത്തെ, കാഴ്ചയുടെയും പ്രശ്നമാണ്. നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികളുടെ സെക്ഷുവാലിറ്റി പ്രൈമറി ഐ ഫോക്കസ്ഡ് ആണെന്നും ആ ഐ ഫോക്കസ്ഡ് ആയ സെക്ഷുവാലിറ്റിയെ നിയന്ത്രിച്ച് നിർത്തണം. സംശയമൊന്നുമില്ല. ഞങ്ങളുടെ കണ്ണ് പേടിച്ച് പെൺകുട്ടികളെല്ലാം കൂടി പൊതിഞ്ഞിട്ട് നടക്കണമെന്നൊന്നും അല്ല പറയുന്നത്. പ്രൈമറി മൊത്തം ഈ സെക്ഷുവാലിറ്റി തോന്നുന്നു. ഫാത്തിമയ്ക്ക് ഞാൻ പറയുന്നതിനോട് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഫാത്തിമയുടെ സുഹൃത്തുക്കളോട് കൂടി ചോദിക്കണം, ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷനെ റേപ്പ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? അതായത് ഡ്രസ്സെന്നല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെയുള്ള പെർവേർട്ടുകളുള്ള നാട്ടിലാണ് ഇത്രയും ക്ലീവേജ് കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സ് ആൾക്കാർ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അതായത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും പർദ്ദയിട്ട സ്ത്രീകളെയും ഫുള്ളി ഡ്രസ്ഡ് ക്ലോത്ത്ഡ് ആയ സ്ത്രീകളോട് പോലും അക്രമം കാണിക്കുന്ന വൃത്തികെട്ടവുമാരുള്ള ഈ ലോകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കണം. ചേട്ടാ, ഇപ്പം സുപ്രീം കോർട്ട് വരെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചൊന്നും പറഞ്ഞുകൂടാന്ന്. അങ്ങനെയല്ല കൃത്യമായിട്ട് അങ്ങനെയല്ല. ഫാത്തിമയുടെ സ്പിരിറ്റ് അംഗീകരിക്കുന്നു. അതായത് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞുകൂടാ എന്നല്ല, സ്ത്രീയുടെ വസ്ത്രധാരണത്തെ വെച്ച് ഒരിക്കലും റേപ്പിനെ ന്യായീകരിക്കുന്ന പൂർണ്ണമായി യോജിക്കും. അതുകൊണ്ട് ഈ റേപ്പിസ്റ്റുകളും വൃത്തികെട്ടവന്മാരും ഈ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിൽ നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ തെറ്റാണോ? ഇപ്പൊ ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ച് ഇറങ്ങിയെന്ന് വെച്ചാൽ ഒരു പാർട്ടി വെയർ, ഇത് കുഞ്ഞു പിള്ളേര് കാണുമ്പോഴത്തേക്കിനും അവർക്ക് ചിന്തയിലുള്ള പല ഈ ലൈംഗിക കാര്യങ്ങളും അങ്ങ് മറക്കും. ഇത് കണ്ട് ശീലം ആവുമ്പോഴത്തേക്കിന് പിന്നെ ഒരു സ്ത്രീയെ അങ്ങനെ കണ്ടിട്ട് ഒന്നും തോന്നത്തില്ല. ഞാൻ പറഞ്ഞത് അല്ല, വാദഗതി ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നിരന്തരമായി കാണുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അഥവാ ഇത് കണ്ടെങ്കിൽ ശീലമാകും. ഇതാണ് ആ വാദഗതി. ഇതൊരു ലിബറൽ വാദഗതിയാണ്. എനിക്ക് എന്നോട് ബഹുമാനമുണ്ട്, യോജിപ്പൊന്നുമില്ല. പക്ഷെ ഒരു ലിബറൽ വാദഗതിയാണ്. അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കണം. സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സെക്ഷുവാലിറ്റിയിലേക്ക് തെറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാന ഉദ്ദേശം തന്നെ പലപ്പോഴും ഈ ഓവർ സെക്ഷുവലൈസ്ഡ് ആണ്. നമ്മുടെ യൂട്യൂബ് തുറന്നാൽ, നമ്മുടെ മൊബൈൽ ഫോണുകൾ തുറന്നാൽ, വെളിയിലേക്ക് ഇറങ്ങി നടന്നാൽ ലൈംഗികോദ്ദീപകമാണ് കാര്യങ്ങളെല്ലാം. ഈ ഓവർ സെക്ഷുവൽ സാഹചര്യത്തിൽ സെക്ഷുവൽ എഡ്യൂക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെന്റ് പഠിപ്പിക്കണം, പെൺകുട്ടികളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ച് പഠിപ്പിക്കണം. ഈ ഓവർ സെക്ഷുവലൈസ്ഡ് സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ വീണു പോകരുത്. അപ്പൊ അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി മറ്റേ വയറ്റിൽ നെക്ലൈൻ ഇടുന്ന രീതി ഉണ്ടാക്കരുത്. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും താഴ്ത്തി നെക്ലൈൻ ഇട്ടാലേ പുരോഗമനവാദം ആകുമെന്ന് പറയരുത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ ഇന്ദിരാഗാന്ധി ഫുള്ളി കവേർഡ് ഡ്രസ്സല്ലേ ഇട്ടിരുന്നത്. ഇന്ദിരാഗാന്ധിയേക്കാൾ വലിയൊരു ഫീമെയിൽ ഉണ്ട്, അല്ലെങ്കിൽ റസിയ സുൽത്താന, അല്ലെങ്കിൽ ഝാൻസി റാണി, അല്ലെങ്കിൽ ഒരുപാട് പേർ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് അവരുടെ കാലഘട്ടമാണ്. ഓരോ ഇന്ദിരാഗാന്ധി ഹൈനെക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്വാതന്ത്ര്യമായിരിക്കും, അവർക്കുള്ളൊരു ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന ഡ്രസ്സ് കുറഞ്ഞു വന്ന് 50 വർഷം കഴിഞ്ഞ ആൾക്കാർ ഡ്രസ്സ് ഇടാതാവുമെന്നാണോ? അങ്ങനെയല്ല. ഇപ്പൊ ഈ പറയുന്ന ഉദ്ഘാടനത്തിന് വന്നാലും ഇനോഗ്രേഷൻ വന്നെന്ന് വെച്ചോ, ആരും മോശമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഒരു ക്ലീവേജ് കണ്ടെന്നോ അല്ലെങ്കിൽ ഒരു കൈയില്ലാത്തത് കണ്ടെന്നോ പറഞ്ഞാൽ എന്തോ തോന്നാനാണ്. അവിടെയാണ് ഈ ക്ലീവേജ് അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചാലേ പറ്റൂന്ന് നിർബന്ധ ബുദ്ധി നമ്മുടെ നടിമാര് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അവിടെയാണ് പറഞ്ഞത് ഈ പ്രവണത, അമിതം എക്സ്പോസിംഗ് ഉള്ള ഒരു പ്രവണത വളർന്നു വരികയാണ്. ഒരു ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് പുരുഷന്മാർ, നമ്മുടെ സൽമാൻ ഖാനും ഋത്തിക് റോഷനും ഒക്കെ ഷർട്ട് ഇടാതെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ, നമ്മുടെ പൃഥ്വിരാജ്, ഇപ്പൊ ഉണ്ണിമൂന്തൻ നമ്മുടെ മാർക്കോയിലൊക്കെ ഇടാറ്. അതേപോലെ ഒരു സ്ത്രീ അങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ടേക്ക് ഡൗൺ ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണ്? സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? ആർട്ടിക്കൽ 14 സ്ത്രീയും പുരുഷനും ഒന്നല്ലേ? അതായത് 6 പാക്ക് കാണിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണിമൂന്തനോ അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജോ വേറെ ആരെങ്കിലും ഒരാളെ പറഞ്ഞ എല്ലാവരും ആരാണെങ്കിലും, അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ സിനിമയുടെ രംഗണ്ണനോ ഏതെങ്കിലും സിനിമയിൽ ഷർട്ട് ഇടാതെ വന്നാൽ ഫേസ്ബുക്കിലോ മറ്റോ ഒക്കെ പരസ്യം കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരു പെൺകുട്ടി സമാനമായ ഡ്രസ്സ് വന്ന് ധരിച്ചാൽ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ വയലേഷൻ ആണ് എന്ന് പറഞ്ഞ് ടേക്ക് ഡൗൺ ചെയ്യില്ലേ? എന്തുകൊണ്ടാണ്? സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? ഫേസ്ബുക്ക് സ്ത്രീ പുരുഷ ഇതിൽ വിശ്വസിക്കുന്നില്ലേ? ഫേസ്ബുക്കും ഭാരതത്തിലല്ലോ അമേരിക്കയിലല്ലേ? ആ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടെന്ന് വെച്ചോ, ആ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ആദ്യം പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. പക്ഷെ ആ ഒരു ടേക്ക് ഡൗൺ ചെയ്യില്ലേ? ഞാൻ ചോദിച്ചത് അല്ല, അതുകൊണ്ടല്ല. അല്ല, ഒരിക്കലും അല്ല. ഇൻസ്റ്റാഗ്രാമിൽ ടേക്ക് ഡൗൺ ചെയ്യില്ലേ? ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ചോദിച്ചാൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോഷൂട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കൂ?
അവര് ചെയ്യുന്നുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിലോ റിപ്പോർട്ട് അബ്യൂസിലോ പോയി വയലേഷൻ അത് ഇല്ലാതാകും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു പ്രമുഖ നടിയുണ്ട് സനുഷ സമാനമായി സനുഷ ചെറിയ പ്രായത്തിൽ കുറ്റയായിരുന്നപ്പോൾ ഒരു പ്രത്യേക അല്ലെങ്കിൽ ടോപ്പ് ഭാഗം കാണിക്കുന്ന ഒരു വസ്ത്രം ഇട്ടിട്ട് അത് ടേക്ക് ഡൗൺ ചെയ്തതിനെ വിമർശിച്ച ആ കുട്ടി എഴുതിയിരുന്ന വായിച്ചാണ് ഞാൻ ഓർക്കുന്നു. അപ്പോൾ സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസമല്ലേ? ഋത്തിക് റോഷൻ നടക്കുന്നത് പോലെ ഒരു പെൺകുട്ടിക്ക് നടക്കണമെന്നോ സൽമാൻ ഖാൻ നടക്കണമെന്ന പോലെ ഒരു പെൺകുട്ടിക്ക് ടോപ്ലെസ് ആയി നടക്കണമെന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ നടക്കണമെന്ന് ആരും പറയുന്നില്ലല്ലോ. അല്ല, എന്നാ അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ എന്ത് പറയും തിരിച്ച്? അത് എന്റെ സ്വാതന്ത്ര്യമല്ലേ, നിങ്ങൾ ആരാ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ എന്ത്? ഫാത്തിമ അവരോട് എന്ത് പറയും? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തീവ്ര ഫെമിനിസ്റ്റും ഫെമിനാസിയുമായി വാദിക്കുകയാണ്. സൽമാൻ ഖാൻ ഷർട്ട് ഇടാതെ നടക്കാം, എന്തുകൊണ്ട് എനിക്ക് ഷർട്ട് ഇടാതെ നടക്കാൻ പാടില്ല? അല്ല, ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക, ഞാനൊരു തീവ്ര ഫെമിനിസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക. അല്ല, ഞാൻ പറഞ്ഞ ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക. മറക്കൽ സമരം പോലെ ഞാൻ തുറക്കൽ സമരം, അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഫാത്തിമയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഒരു 4-5 വർഷം മുമ്പ് ഫേസ്ബുക്കിലൊക്കെ തുറക്കൽ സമരം എന്ന് പറഞ്ഞൊരു സമരം വരെ പ്രഖ്യാപിച്ചു. ഫേസ്ബുക്കൊക്കെ അത് ടേക്ക് ഡൗൺ ചെയ്തു. ഞാൻ ചോദിച്ചത്, ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് വഴിയിലൂടെ അല്ലെങ്കിൽ നടക്കാൻ കഴിയും, അതേപോലെ ഒരു പെൺകുട്ടിയെ എനിക്ക് നടക്കാൻ കഴിയണമെന്ന് പറഞ്ഞാൽ ഫാത്തിമ അവരോട് എന്ത് പറയും? സ്ത്രീ പുരുഷ സമത്വമാണ്, ഇഷ്ടമാണ്. ചോദിക്കട്ടെ, ചേട്ടൻ ഇപ്പൊ ഇത്ര വയസ്സുണ്ട്, എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഈ ഒരു പ്രായം വരെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ വന്ന് പറയുന്നത് ചേട്ടൻ കേട്ടോ? ഞാൻ ചോദിച്ചത്, അങ്ങനെ പറഞ്ഞാൽ ഫാത്തിമ തിരിച്ചെന്ത് പറയും? പറയുന്ന ചേട്ടൻ കേട്ടോ? എന്തുകൊണ്ടാണ് പറയാത്തത്? സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസമാണ്. ഫാത്തിമ പറഞ്ഞതിനോട് യോജിപ്പാണ് കേട്ടോ. അങ്ങനെ നടക്കണമെന്നൊന്നുമല്ല, അങ്ങനെ നടക്കരുതെന്ന് ഉദ്ദേശിച്ചാ പറയണേ. അങ്ങനെ പറയാത്തത് സ്ത്രീ ശരീരം വ്യത്യാസമാണ്, സ്ത്രീ മനസ്സ് വ്യത്യാസമാണ്. നമുക്ക് ആ വ്യത്യാസം നിലനിർത്തണം, അതിലേക്ക് പോകരുത്. ഈ മറക്കൽ സമരം മഹത്തരമാണ്, തുറക്കൽ സമരം മോശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചില പരിധികളും പരിമിതികളും, ചില കാര്യങ്ങൾ എന്താ പറയുക, മാന്യതയും മര്യാദയും വേണം. അതായത് മര്യാദ വേണമെന്ന് വളരെ മര്യാദയ്ക്ക് പറയുമ്പോൾ ഒട്ടും മര്യാദയില്ലാതെ ആൾക്കാർ ആക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഹണി റോസിനെ ഇഷ്ടമാണ്. ഹണി റോസിന്റെ നാളെയാണ് സിനിമ ഇറങ്ങുന്നെങ്കിൽ നാളെ തന്നെ ഞാൻ പോയി കാണുകയും ചെയ്യും, എന്താ റേച്ചൽ അടക്കം. പക്ഷേ ഹണി റോസിന്റെ ഡ്രസ് ഇട്ടുണ്ടോ അതാ ചേട്ടൻ എന്തായിരിക്കും വീണ്ടും വന്നിട്ട് പറയില്ല ഹണി റോസ് സിനിമയിൽ അങ്ങനെ ഇടാൻ തുടങ്ങി? സെൻസർ ബോർഡൊക്കെ ഓൾറെഡി അപ്രൂവൽ കൊടുത്തല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഒരു ഇരട്ടത്താപ്പ് പാടില്ല, ആ ഇരട്ടത്താപ്പ് പാടില്ല. ഹണി റോസ് ഇനിയെങ്കിലും ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഹണി റോസും കൂടെ അത്തരം വിമർശനങ്ങളെ ഉൾക്കൊള്ളണമെന്നാണ് ഇത് ഹണി റോസ് കാണുന്നെങ്കിൽ ഹണി റോസിനോട് അഭ്യർത്ഥിക്കാം. ഹണി റോസിന് അവരാണ് ചെലവിന് കൊടുക്കുന്നേ. അല്ല, ഹണി റോസിന്റെ പൈസ വെച്ചിട്ട് ഹണി റോസിന് ഇഷ്ടമുള്ള ഡ്രസ് ഇടുന്നതിന് ഇപ്പൊ കാണുന്നവർക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഈ പറയുന്നവര് പലതും പറയും. ഞാനിത് ന്യായീകരിക്കല്ല കേട്ടോ. ബോച്ചയ്ക്ക് നമ്മൾ ആരെങ്കിലും ആണോ കാശ് കൊടുക്കുന്നത്? ബോച്ചെ സ്വന്തം കാശ് വെച്ച് ഹണി റോസിനെ വിളിച്ചു, കാശ് മേടിച്ചു, ഹണി റോസ് പോയി. ബോച്ചെ സ്വന്തം സ്ഥാപനത്തിൽ നിന്നൊരു തമാശ പറഞ്ഞു, അതിന് ബോച്ചെ അറസ്റ്റ് ചെയ്യണോ? സ്വന്തം സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞു, വേറൊരു ഇന്റർവ്യൂവിൽ പോയി സ്വന്തം സ്ഥാപനത്തിൽ പറഞ്ഞ കുഴപ്പമില്ലേ? അതും പറഞ്ഞു. അത് കുഴപ്പമില്ലേ? കുഴപ്പമുണ്ട്. എന്തുകൊണ്ട് കുഴപ്പമുണ്ട്? അത് മാന്യത ഇല്ലാത്തതാണ്. അതെ, അതേപോലെ ഹണി റോസിന്റെ ഡ്രസ് ഇല്ലാത്ത ഒരാളെയാണ് ചേട്ടാ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് അയാളെ ജയിലിൽ ഇടേണ്ട കാര്യമാണോ? പിന്നെ 2 ദിവസം ഇടേണ്ട കാര്യമാണോ? ഒരു വർഷത്തേക്ക് ആ മനുഷ്യനെ ഇതിന്റെ പേരിൽ ജയിലിടണോ? ഈ തമാശ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ വ്യംഗ്യാർത്ഥം പറഞ്ഞതിന്റെ പേരിൽ 1-3 വർഷം? ബോച്ചെ പുനർചിന്തിക്കണം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒഴിവാക്കണം, ഞങ്ങൾക്കെല്ലാം മാതൃകയാകണം. അദ്ദേഹത്തിന് ഒരുപാട് ചാരിറ്റി വർക്കുകളുണ്ട്, ഒരുപാട് സമൂഹത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ബോച്ചെ പുനർചിന്തിക്കണം. അതേപോലെ വിമർശനങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഹണിയും ഒന്ന് പുനർചിന്തിക്കണം. ഹണിക്ക് വലിയൊരു കരിയർ ഉണ്ട്, ആ കരിയറിന് ഒരുപാട് അഭിവാദ്യങ്ങളും ഒരുപാട് നന്മകളും ഓൾ ദി ബെസ്റ്റും നേരും. അത് മാത്രല്ലേ, ഈ ബോച്ചി കാശുള്ളതുകൊണ്ട് കാശിന്റെ ഒരു ഹുക്ക് വെച്ചായിരിക്കുമല്ലോ പല ആൾക്കാരെയും പറഞ്ഞാലും ഒരു പ്രശ്നം വരില്ല എന്ന് പറയുന്നത്. അല്ല, ബോച്ചയ്ക്ക് ഇങ്ങനെ കാശിന്റെ ഒന്നുമല്ല. ബോച്ച ഒരു മാവ്രിക് ആണ്. ബോച്ച അത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ ഹണി റോസിനെ പോലെ വസ്ത്രം ധരിച്ചു പോയാൽ നമുക്ക് ഓക്കെ ആവും? ഫാത്തിമ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഈശ്വറിനെ തർക്കത്തിൽ തോപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ പേഴ്സണൽ ചോദ്യം ചോദിച്ചാൽ അതേ ചോദ്യം തിരിച്ചു ചോദിച്ച ആൾക്കാർക്ക് ഉത്തരവില്ലാതാവും. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടി ഒന്നും കാണിച്ചിട്ടോ സ്മൃതിയുടെ കാര്യം ഞാൻ കണ്ടില്ല. ഞാൻ അതാ പറഞ്ഞത്, ആരാണ് ബോച്ചെ? അതുകൊണ്ടാ ബോച്ചെ പറയുന്നതിന് മാന്യത വേണം, സംശയമില്ല. ഈ റോസിന്റെ വസ്ത്രധാരണവും കൂടി കുറച്ചുകൂടെ മാന്യത വേണം എന്ന് ചോദിച്ചാൽ വിരോധമുണ്ട്. ആ ഒരു കാര്യം ചെയ്യും, വെറുതെ എന്നെ വിശ്വസിക്കേണ്ട. പരിചയമുള്ള കുറച്ച് ആൺ സുഹൃത്തുക്കൾ കാണുമല്ലോ, ആണുങ്ങളായ സുഹൃത്തുക്കളും സഹോദരന്മാരെ കാണുന്നതോ പരിചയക്കാരോ കാണുമല്ലോ, വെറുതെ ഒരു 10 പേരോട് ഇദ്ദേഹത്തോട് ചോദിച്ച പോലെ ചോദിക്കും, ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവർ ആയല്ലേ എന്ന് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എഴുതി വെച്ചോളൂ, 10ൽ 10 പേരും പറയും രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ്. അഥവാ ആരെങ്കിലും അല്ലെന്ന് പറഞ്ഞാൽ അയാളെ വിശ്വസിക്കരുത്. അയാള് നിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുകയാണ്, ഫെമിനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുകയാണ്. അങ്ങനത്തെ വിശ്വസിക്കുക. ആലങ്കാരികമായി പറഞ്ഞതാണ്, സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഈ അമിതമായി സ്ത്രീകളെ എനിക്ക് അടുത്തിടയ്ക്ക് ഒരു സിനിമ കാണുന്നുണ്ട്. സിനിമയുടെ
സൂക്ഷ്മദർശിനി അല്ലെ സൂക്ഷ്മദർശിനി സിനിമയില് അവിടുത്തെ ഒരാള് അമിതമായി ഫേവർ ചെയ്ത് കൊടുത്തിട്ട് നസ്രിയയുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, നമ്മൾ ഇവരെ എല്ലാം പിന്തുണയ്ക്കല്ലോ, ഒരു ഫെമിനിസ്റ്റ്, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന്. അത് സ്ത്രീകളെ വെറുതെ മണിയടിച്ച് നിങ്ങളെ പ്രീണിപ്പിച്ച് നിങ്ങളെ സുഖിപ്പിച്ച് ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് കാണിക്കാനുള്ള തന്ത്രമാണ്. ആ കപടനാട്യം എനിക്കില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി ബഹുമാനത്തോടെ പറയും, മോശമായിട്ടൊന്നും പറയില്ല, ദ്വയാർത്ഥം പറയില്ല, ബഹുമാനത്തോടെ പറയും. ഹണി റോസിനെ വിമർശിക്കാൻ ഒരു സ്പേസ് ഉണ്ടാകണം എന്നുള്ളതാണ്. ബഹുമാനത്തോടെ കേട്ടോ, ബഹുമാനത്തോടെ ഹണി റോസിനെ വിമർശിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം. ചേട്ടൻ സ്ത്രീ വിരോധിയാണോ? അവിടെയാണ് ഇതെങ്ങനെയാ സ്ത്രീ വിരോധിയാകുന്നത്? സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ലേ പറയുന്നത്? അല്ല, സ്ത്രീകൾ പലപ്പോഴും സഭ്യതയുടെ ഇങ്ങനത്തെ ചുരിദാർ ഇടണം, സാരി ഉടുക്കണം, ഒരിക്കലുമല്ല. അവരെങ്ങനെ വേണമെങ്കിലും ഇട്ടോ. ബോച്ചയെക്കെതിരെ പറയുന്നതുകൊണ്ട് ഫാത്തിമ പുരുഷ വിരോധിയാണോ? അല്ല, പക്ഷെ ബോച്ചയുടെ സംസാരം കൊണ്ടാണ് ആ പക്ഷേയില്ലേ, ആ പക്ഷയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണം കൊണ്ടാണ് ഈ വിമർശനം ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ ഫാത്തിമ പറഞ്ഞതിനെ നേരെ നമുക്ക് തിരിക്കാം. ഞാൻ പുരുഷ വിരോധി ഒന്നുമല്ല, ബോച്ചയ്ക്കോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ബോച്ചയുടെ സംസാരം കുറച്ചുകൂടെ നോക്കണം. ഇത് തന്നെയാണ്. ഹണി റോസിനോട് എനിക്ക് സ്നേഹമാണ്, ആദരവാണ്, ഇഷ്ടമാണ്, പ്രിയമാണ്. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തോട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഡ്രസ്സിന്റെ കാര്യം കൊണ്ടാണോ ആൾക്കാർ വന്ന് രാത്രി കഥയെ മുട്ടുന്നത്? ഒരിക്കലുമല്ല. ഹേമ കമ്മിറ്റി മറ്റൊരു വലിയ വിഷയമാണ്. എന്നാലും 1-2 കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിച്ചു പോവാം. ഹേമ കമ്മിറ്റിയുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ 45-35 വർഷം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? ഫാത്തിമയുടെ അഭിപ്രായം തന്നെ ചോദിക്കാം. നിവിൻ പോളിക്കെതിരെ വന്ന കള്ളപ്പരാതിയെ കുറിച്ച് എന്താ അഭിപ്രായം? നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചാനലല്ലായിരുന്നു പറഞ്ഞ് ഒരു വ്യക്തിയാണ്. ഞാനും ആ വ്യക്തിയും കൂടെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അവസാനം നിവിൻ പോളി തെളിവ് കാണിച്ചു. നിവിന്റെ ഭാഗ്യമാണ് കേട്ടോ. നിവിൻ പോളി തെളിവ് കാണിച്ചു. ആ സമയത്ത് ദുബായിലല്ല, നമ്മുടെ എറണാകുളത്ത് മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു, മറ്റേ ധ്യാന്റെ സിനിമയുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. പാർവതി കൃഷ്ണയൊക്കെ നിവിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞെന്താ അറിയോ? ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയെന്ന്. അതായത് അവളെ 3 ദിവസം നിരന്തരമായി പീഡിപ്പിച്ച ഡേറ്റ് അവൾക്ക് ഉറക്കപ്പിച്ചില്ലെന്ന് മാറിപ്പോയി. എപ്പോഴാണ് ഉറക്കപ്പിച്ചെന്നറിയാവോ? വൈകിട്ട് 9 മണിക്ക്, അല്ല രാത്രി 9 മണിക്ക് മെയിൻ സ്ട്രീം ചാനലിലെ ചർച്ചയിൽ. അപ്പൊ ഇതേപോലത്തുള്ളവരെ അല്ലേ നമ്മൾ ഒരുമിച്ച് എതിർക്കേണ്ടത്? അപ്പോ പരാതി കൊടുത്തുടനെ ഇപ്പൊ ഇന്നത്തെ ഞാൻ മാതൃഭൂമിയിലും ഫ്ലവേഴ്സിലും ന്യൂസ് ഏഷ്യാനെറ്റിലും ഒക്കെ ആയിരുന്നു. ഓൾറെഡി ഹണി റോസ് അതിജീവിതയായി കഴിഞ്ഞു. ഓൾറെഡി നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ക്രിമിനലായി കഴിഞ്ഞു. കോടതി ഒന്നും ഇല്ല ഇവിടെ. അതിജീവിതയാണ്. അതിജീവിതയായി പരാതി കൊടുത്തല്ലേ ഉള്ളൂ. കമന്റ്സ് വരുന്നു, ഇത്രയും പബ്ലിക്കലി പുള്ളിക്കാരെ അപമാനിക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പൊ ചേട്ടനും വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഹണി റോസിന്റെ കയ്യിലാണ് തെറ്റ്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഒരു പുനർചിന്തനം വേണമെന്ന് പറഞ്ഞാൽ ഹണി റോസ് കുറ്റക്കാരിയാണെന്നല്ലോ. ഇപ്പൊ 2-3 ഗ്രാവിറ്റി ഉണ്ട്. കുറ്റം വേറെ, തെറ്റ് വേറെ. ഹണി റോസ് ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു സോഷ്യൽ റോങ്, സാമൂഹികമായ തെറ്റ് ചെയ്തു. ചേട്ടാ, ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ചു വരുന്ന ഹണി റോസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് പേര് വരുന്നുണ്ട്. ശരിയല്ല എന്നാ പറയുന്നത്. ഹണി റോസ് ഞാൻ നേരത്തെ ഇവരാരെ മോശമാക്കാനുണ്ട് കേട്ടോ. നാളെ ഏതെങ്കിലും ഒരു വ്യക്തി, ഇതും തെറ്റൊന്നുമല്ല കേട്ടോ, പാർട്ടിക്ക് മറ്റേ കസവ് സാരി എടുത്തു പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തിന്റെ ഭ്രാന്താണ്. എന്റെ ഒരു സുഹൃത്ത്, എന്റെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ പറയാണ് ഞാൻ രാത്രി പാർട്ടിക്ക് ബാംഗ്ലൂരിൽ പോകുമ്പോൾ കസവ് സാരി ഉടുത്തേ പോകുന്നു പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിനക്ക് പ്രാന്താണ്, നീ ഇത് ചെയ്യരുത്. ചേട്ടനെ പോലുള്ളവർ സന്ദർഭവും സാഹചര്യമില്ലേ? ഒരുപാട് വിമർശനം ഉണ്ടായി. കൂടെ ഇരുന്ന ആക്ടേഴ്സും ആക്ടർമാരും ആരും പറഞ്ഞിട്ടില്ല. അവര് കൊളീഗ്സ് അല്ലേ, അവർക്കത് പറയാൻ കഴിയുമോ? പക്ഷെ സമൂഹത്തിൽ വിമർശനങ്ങൾ വന്നില്ലേ? ചേട്ടൻ പറയല്ലേ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ പറയൂ, ആദ്യമേ പറഞ്ഞല്ലോ. ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ പറയൂ. അതായത് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും വ്യക്തിപരമായ ഇഷ്ടമല്ലല്ലോ. ആസിഫ് അലി, എനിക്ക് ആസിഫിനെ വലിയ ഇഷ്ടമാണ്. ആസിഫിനെ ഏറ്റവും കൂടുതൽ ശക്തമായി സപ്പോർട്ട് ചെയ്ത വ്യക്തി ഞാനാണ്. ആസിഫിന് അമല പോളിനോട് കോൾ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? അത് അമല നീ ഡ്രസ്സ് ഇടണ്ടാകും, അത് മറ്റൊരു പ്രശ്നമാവും. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സത്യസന്ധത വേണം. ഇന്റലക്ച്വൽ ഓണസ്റ്റി, അല്ലെങ്കിൽ ബൗദ്ധികപരമായ സത്യസന്ധതയോടുകൂടി പെരുമാറണം. ഇത് പല പെൺകുട്ടികൾക്കും, അതായത് ഞാൻ പറയാൻ പോണ പോയിന്റ് അറിയില്ല എന്നുള്ള ഉദ്ദേശമാണ് പറയുന്നത്. ആൺ കണ്ണുകളെയും ആൺ നോട്ടങ്ങളെയും കുറെ കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ സഹോദരനായി കാണുന്ന, സുഹൃത്തായി കാണുന്ന, നിങ്ങളോട് 1 ഇഞ്ച് ആത്മാർത്ഥതയുള്ള ഏതൊരു പയ്യനോട് ചോദിച്ചാലും രാഹുൽ ഈശ്വർ പറഞ്ഞാണ് ശരിയെന്ന് പറയും. നേരെ മറിച്ച് നിങ്ങളോട് താല്പര്യമില്ലാത്ത, നിങ്ങളെ ചൂഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടമല്ലാത്ത, ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരോട് ചോദിച്ചാൽ പറയും ഇതൊക്കെ സ്വാതന്ത്ര്യമല്ലേ, സ്വാതന്ത്ര്യം തന്നെയാണ് വലിയ കാര്യം. ഞാൻ മാത്രമേ സത്യം പറയുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സത്യം. അറിഞ്ഞു വെച്ചോണ്ട് പലരും സത്യം. നിയമത്തിന്റെ യാതൊരു പ്രശ്നം. രാഹുൽ ഈശ്വറിനെ പോലുള്ള കുറെ ആൾക്കാർ മാത്രമാണ് ഇതിനെ പറയുന്നത്, അല്ലാതെ നിയമം പറയുന്നില്ല. ഇന്നടത്ത് പോകുമ്പോ ഇന്ന ഡ്രസ്സ് ധരിക്കണമെന്ന് നിയമം പറയുന്നില്ല. ഒരിക്കലുമില്ല. പക്ഷേ ഇനോഗ്രേഷന് ബിക്കിനി ധരിച്ച് വരരുതെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല കേട്ടോ. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല ഒരു ഇനോഗ്രേഷൻ വരുമ്പോൾ ബിക്കിനി ധരിച്ച് വരരുതെന്ന്. അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോൾ ബിക്കിനി ധരിച്ച് വരരുതെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. പക്ഷേ അത് അനൗചിത്യമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമൂഹിക ബോധ്യം നമുക്ക് വേണ്ടേ? അമ്പലത്തിലും പള്ളിയിലും
ഏത് വസ്ത്രം ധരിച്ചു പോവല്ലോ. ചില അമ്പലത്തിന് വെളിയിൽ ഒരുപാട് എക്സ്പ്ലിസിറ്റ് ആയ ചിത്രങ്ങളുടെയും കൊത്തുപണികളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഖജുരാഹോയിലൊക്കെ. അമ്പലത്തിൽ ബിക്കിനി ധരിച്ച് ഒരാൾ കയറുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ തടയില്ലേ? ഞാൻ വത്തിക്കാനിൽ പോയിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ വത്തിക്കാനിൽ ചില ഡ്രസ് കോഡുകളുണ്ട്, അതില്ലെങ്കിൽ അവരകത്ത് കയറ്റില്ല. അപ്പം എന്തുകൊണ്ട് അമ്പലത്തിൽ അങ്ങനെ പൊക്കൂടാ? എന്തെങ്കിലും ന്യായം? അത്രയും ബോധമില്ലാത്തവരുണ്ട്. കറക്റ്റ്, എക്സാക്ട്ലി. ഇപ്പൊ ഫാത്തിമ പറഞ്ഞാണ് കറക്റ്റ്. അത്രയും ബോധമില്ലാത്തവരുണ്ടോ? ആ ബോധം ഹണി റോസ് ഇനോഗ്രേഷന്റെ വേദിയിൽ കാണിക്കുന്നത് പറയുന്നു. അമ്പലം പോലെയാണോ ഇനോഗ്രേഷൻ? ഒരിക്കലുമല്ല. ഞാനാ പറഞ്ഞത്, അമ്പലത്തിലെ ബിക്കിനി ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. അതേപോലെ ഇനോഗ്രേഷൻ വേദികളിൽ പോകുമ്പോൾ വൾഗർ കണ്ണുകളും വൾഗർ ആംഗിളുകളും വൾഗർ വീഡിയോകളും എടുത്ത് അത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആംഗിൾ പാടില്ല. ഹണി വളരെ സുന്ദരിയാണ്. ഹണി ഈസ് എ ഗുഡ് ആക്ട്രസ് ടു. ഹണിയുടെ അഭിനയശേഷി പലപ്പോഴും നമ്മുടെ മലയാള സിനിമാ ലോകം വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഹണിയുടെ കലയിലൂടെയും അഭിനയത്തിലൂടെയും ഇനോഗ്രേഷനിലൂടെയും ഹണി കൂടുതൽ വളരണം. പക്ഷെ ആ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ കുറച്ചൊരു മാന്യമായ വസ്ത്രധാരണം. മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞു. ആ മാന്യമായ വസ്ത്രമാണ്. സാരി നല്ലതാണ്. പക്ഷെ സാരി ധരിക്കുമ്പോൾ ധരിക്കാൻ വേണ്ടി ആയിരിക്കണം, പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. വസ്ത്രം നമ്മൾ ഇടുന്നത് മറയ്ക്കാനാണ്, അല്ലെങ്കിൽ തുറക്കാനല്ല. വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ സമൂഹത്തിൽ നിന്ന് മറയ്ക്കാനാണ്. അത് തുറക്കാനും കൂടുതൽ പ്രൊജക്ട് ചെയ്യാനും ആകരുത് എന്നുള്ളത് മാത്രം. അതാണ് മാന്യതയുടെ സിമ്പിൾ ഡെഫിനിഷൻ. ഇനി ഒരു കാര്യം കൂടെ, ഹണി എന്താണ് മാന്യതയുടെ അളവുകൾ എന്ന് ചോദിച്ചില്ലേ? ഇന്നലെ ഹണി കോടതിയിൽ പോകുന്നതാണ് മാന്യതയുടെ അളവുകൾ. ഇന്നലെ ഹണി കോടതി പോയി കണ്ടോന്നറിയില്ല, എല്ലാ ചാനലിലും വിഷ്വൽ ഉണ്ട്. ഹണി വളരെ മനോഹരമായി വളരെ നല്ല വസ്ത്രം ധരിച്ച് വളരെ മിതമായൊരു വസ്ത്രം ധരിച്ചാണ് കോടതിയിൽ പോയത്. അത് നല്ല ഒക്കേഷനാണ്, അങ്ങനെ തന്നെ പോവുകയും വേണം. അപ്പൊ അത്തരം മാന്യമായ വസ്ത്രധാരണം വേണം. ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലും ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലും ആംഗിളുകളുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ കൂടി വേണം. ക്യാമറയുടെ കഴുകൻ കണ്ണുകൾക്ക് വിഭവമാകാൻ വേണ്ടി നമ്മുടെ പെൺകുട്ടികൾ നിന്നു കൊടുക്കരുത്. സൗന്ദര്യം വേണ്ടാന്നല്ല, ആഭാസകരമായ ക്യാമറ കണ്ണുകൾക്ക് നിന്നു കൊടുക്കരുത്. ഇത് ഞാൻ മാത്രമല്ല, എസ്തർ അനിലൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ചാനലുകളിലൊക്കെ നല്ലതാണ്. നല്ലതായിരിക്കും. നല്ല, ഞാൻ എല്ലാം കണ്ടിട്ടില്ല, പക്ഷെ നല്ലതാണ്. ഇല്ലെന്ന് ആര് പറയുന്നു? അയ്യോ, ആര് പറഞ്ഞു? ഹണി റോസ് അങ്ങനെ വരുന്നതിനായിട്ട് യാതൊരു വിയോജിപ്പില്ല. ഹണി റോസ് വളരെ എന്താ പറയണ, ഹണി റോസ് വളരെ നല്ല അങ്കലാവണ്യമുള്ള. ഒരിക്കലുമല്ല. ഹണി റോസിനെ അതാ പറഞ്ഞത്, ഹണി റോസിന്റെ നല്ല വസ്ത്രങ്ങൾ തീർച്ചയായും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഹണി റോസിന്റെ എല്ലാ പരിപാടി ഞാൻ നേരിട്ട് ആ വ്യക്തിയെ പരിചയപ്പെട്ടു കേട്ടോ. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇവരുടെ ആദ്യ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നാഷ് ഖാൻ എന്നാണ് പേര്. ബോയ് ഫ്രണ്ടിലൊക്കെ ഹണിയെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഇനി അങ്ങനെ ഏതെങ്കിലും ഇതല്ലെങ്കിൽ ഫാത്തിമയുടെ വിമർശനം ഞാൻ സ്വീകരിക്കുന്നു. ഹണി റോസ് അങ്ങനെ ഒരുപാട് നല്ല ഇനോഗ്രേഷൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല. ആ മാതൃക പിന്തുടരണം. ആ ഹണി റോസിനെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. ആ ഹണി റോസിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ആ മാതൃക ഹണി റോസ് കൂടുതലായി പിന്തുടരുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷയും ഹണി റോസിനോടുള്ള അഭ്യർത്ഥനയും. ഇപ്പം ബോച്ച അറസ്റ്റിലായെന്ന് കേട്ടായിരുന്നല്ലോ. കേട്ടു. അപ്പം ബോച്ചയ്ക്കെതിരെ ഒരു തെറ്റായത് കൊണ്ടല്ലേ ഇപ്പം ബോച്ച പറയുന്നത് ബോച്ചയുടെ സ്വാതന്ത്ര്യമാണ് ചേട്ടൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർക്കത് മനസ്സിലാക്കി ബോച്ചയാ സോറി ബോച്ചെ, ഇനി ഇങ്ങനെ പറയാൻ പാടില്ല, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞു വിട്ടാ പോലെ. ഇല്ല, ബോച്ചെ അറസ്റ്റിലായി, കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല. രാമൻപിള്ള സാറാണ്, അഡ്വക്കേറ്റ് രാമൻപിള്ള സാറാണ് ബോച്ചയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. നാളെ ജില്ലാ കോടതിയിലേക്ക് ജാമ്യമായി പോകും, ഇല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ജാമ്യമായി പോകും. ബോച്ചെ പറഞ്ഞത് ശരിയല്ല. ബോച്ചെ ഇന്നലെയൊക്കെ ക്ഷമ പറയാൻ തയ്യാറായിരുന്നു. ബോച്ചയ്ക്ക് എന്തോ അസ്വസ്ഥത വന്നെന്നൊക്കെയാണ് പറയുന്നത്. ജയിലിൽ പോകാതിരിക്കാനുള്ള അറിയില്ല, ചിലപ്പോൾ ആയിരിക്കും, അതിലൊന്നും പറയുന്നില്ല. കാരണം രാഷ്ട്രീയക്കാരൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. അതായത് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മെഡിക്കൽ ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടാണ് നമുക്ക് ബെയിൽ കിട്ടാൻ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെഡിക്കൽ ഗ്രൗണ്ടിൽ പല ആൾക്കാരും വയ്യ എന്നൊക്കെ പറയാറുണ്ട്. കാര്യം മെഡിക്കൽ ഗ്രൗണ്ടിൽ വയ്യ എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഒന്നും തെളിയിച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടുക എളുപ്പമാണ്. അതുകൊണ്ട് ചെയ്യുന്നതാണ്. അത് ശരിയാണെന്നൊന്നുമല്ല, പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. അങ്ങനെ തന്നെ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ബോച്ചെ ഒരു തീവ്രവാദിയെ പോലെ വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും കാറ് വളച്ച് ബോച്ചെ അറസ്റ്റ് ചെയ്തു. ബോച്ചെ മുങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഈ കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആൾ എങ്ങോട്ട് മുങ്ങാനാണ്? ബോച്ചയെ പോലെ മലയാളികളെല്ലാം അറിയുന്ന ഒരാൾ എങ്ങോട്ട് മുങ്ങിപ്പോവാനാണ്? ബോച്ചെ സംസ്ഥാനം കടക്കാൻ ശ്രമിച്ചു. പോലീസ് രാവിലെ 4 മണി തൊട്ട് കാത്തുനിന്ന് ചെയ്തു. മുഖ്യമന്ത്രി ഹണി റോസിനെ വിളിച്ചു. മുഖ്യമന്ത്രി ഹണി റോസിനെ വിളിച്ച വളരെ നന്നായി. പക്ഷേ മുഖ്യമന്ത്രി നവീന്റെ കുടുംബത്തെ കൂടെ ഒന്ന് വിളിക്കണമായിരുന്നു. ആത്മഹത്യ ചെയ്തയോ അല്ലെങ്കിൽ കൊലപാതകമോ എന്താണെന്ന് എനിക്കറിയില്ല, ആത്മഹത്യ എന്ന് തോന്നുന്നു. ആത്മഹത്യ ചെയ്ത നവീന്റെ കുടുംബത്തെ കൂടെ മുഖ്യമന്ത്രി പലപ്പോഴും വിളിക്കാൻ ഈ താല്പര്യം കാണിക്കുന്നില്ല. അവിടെയാണ് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവിടെയാണ് രാഹുൽ ആര് പറഞ്ഞു കഴിഞ്ഞ വട്ടം ഒരു ബസ്സിലിരുന്ന ഒരാൾ മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്തു, തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഞാൻ കണ്ടു. പുള്ളി ജയിലിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളിയെ പൂമാല ഇട്ട് സ്വീകരിച്ചത് വരെ പുള്ളി എനിക്കറിയാം. AKMയുടെ നമ്മുടെ അജിത് ജിയാണ് അത് ചെയ്തത്. ഞാൻ അത്തരം കാര്യങ്ങള് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനോ സ്ത്രീ ജനങ്ങളെ ഒഫൻഡ് ചെയ്യാനോ ഞാനൊന്നും ഒരു കാര്യവും പറയാറില്ല. ഞാൻ AKMയുടെ പരിപാടിക്ക് ഇനോഗ്രേഷൻ ഒക്കെ പോകുന്നതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളിലെ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ആണുങ്ങളെ വേട്ടയാടുകയാണ്, പുരുഷന്മാരെ വേട്ടയാടി കയ്യടി നേടുകയാണ് എന്നൊരു ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് ചില എക്സ്ട്രീം റിയാക്ഷൻസും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും ഒക്കെ വരുന്നുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് 100%
തെറ്റാണ്, അതിന് ക്ഷമ പറയും. അതേപോലെ പുരുഷന്മാരെ കടന്നാക്രമിച്ചാൽ മാത്രമേ ഒരു സന്തോഷമുള്ളൂ, ആണുങ്ങൾ 2-3 ദിവസം ജയിലിൽ കിടന്നാലേ ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ആണുങ്ങൾക്ക് അങ്ങനെ ജയിലിൽ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു കയ്യടി, എന്തോ വലിയ കാര്യം സംഭവിച്ചു എന്ന് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡും ശരിയല്ല. ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കാം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണ് ആ പെൺകുട്ടി കൊടുത്തതെന്ന് ടിവിയിലെല്ലാം കണ്ടു കാണുമല്ലോ, പോലീസ് പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ? അതായത് പോലീസ് വ്യാജ പരാതിയാണെന്ന് പറഞ്ഞ് നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് നൽകി. ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് എടുക്കാത്ത? വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. കേസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, പ്രമുഖമായ മാധ്യമങ്ങളൊന്നും കണ്ടില്ല. എന്തുകൊണ്ട് അവരാ പെൺപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാന്നാണോ? പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാൻ അവസ്ഥ ഉണ്ടാകരുത്. പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്ന് പറ്റുന്ന അവസ്ഥ ആണുങ്ങൾക്കും എന്ത് വേണമെങ്കിലും കാണിക്കാൻ അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഇത് സത്യം പറഞ്ഞാൽ ഒരു 100 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ഈ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു. കേരളത്തിൽ കൂടുതലും തെറ്റ് ചെയ്യുന്നത് ആൺപിള്ളേരാണ്, അല്ലാതെ സ്ത്രീകളെന്ന് അങ്ങോട്ട് കയറി കൊടുക്കുന്നതല്ല. അവിടെയാണ് ആണുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ പെൺകുട്ടികളും തെറ്റ് ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടികൾ തെറ്റ് ചെയ്യുന്നതിനോട് നമ്മൾ കണ്ണടക്കരുത്. കൂടുതൽ ആരാ ചെയ്യുന്നത്? ഒരു സംശയം വേണ്ട, പുരുഷന്മാരാണ്. ഒരു പുരുഷവാദിയായ എനിക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ ഒരു പടിയില്ല, പുരുഷന്മാർ തന്നെയാണ് ചെയ്യുന്നത്. അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കിനെ പുച്ഛത്തോടാണോ കാണുന്നത്? അല്ല, അതിജീവിത എന്ന വാക്കിനെ പുച്ഛവൽക്കരിക്കുന്നത് കാണുന്ന എല്ലാരെയും അതിജീവിത എന്ന് വിളിക്കുന്നതിനോടാണ്. അതിജീവിത എന്ന വാക്ക് വളരെ മനോഹരമായ സേക്രഡായ ഒരു വാക്കാണ്. പോരാട്ടങ്ങളിലൂടെ അതിജീവിച്ച സ്ത്രീ എന്നാണ് അതിനർത്ഥം. കാണുന്ന എല്ലാവരെയും പെട്ടെന്ന് അതിജീവിതകളാക്കി കഴിഞ്ഞാൽ അതിജീവിത എന്ന വാക്കിന് ആരാ വില കൊടുക്കുക? പിന്നെ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി അതിജീവിതയാണോ? അല്ല. എന്തുകൊണ്ടല്ല? പരാതി വ്യാജമായിരുന്നു അല്ലെ? അവരെ ആരും അതിജീവിത എന്ന് വിളിച്ചിട്ടില്ല. അവിടെ ഒരുപാട് പേര് നിവിൻ പോളിക്ക് ചർച്ച ചെയ്ത ദിവസങ്ങളിൽ അവർ അതിജീവിതയായിരുന്നല്ലോ. അവരുടെ മുഖം മറച്ചാണ് കൊടുത്തത്, അവരുടെ പേര് പറയുന്നില്ല, അവരുടെ പേര് എന്താന്ന് നോക്കി ഇപ്പൊ അറിയില്ല. ജീൻസും ടോപ്പ് ഇട്ടാലും എരുതിയിൽ എണ്ണ ഒഴിക്കുക. എന്ന് വസ്ത്രവും നന്നായി ധരിക്കാം, ജീൻസും ടോപ്പും നന്നായി ധരിക്കാം, ജീൻസും ടോപ്പും മോശമായി ധരിക്കാം. സാരി നന്നായി ഉടുക്കാം, സാരി നല്ലതല്ലാത്ത രീതി ഉടുക്കാം. ചൂരിദാർ നന്നായി ധരിക്കാം, ചൂരിദാർ നല്ലതല്ലാത്ത രീതി ധരിക്കാം. ഇത് കണ്ണടച്ചിരുട്ടാക്കണോ? ഒരു പെൺകുട്ടി എത്രയോ തവണ കണ്ണാടി നോക്കിയിട്ടാണ് ഡ്രസ് ചെയ്ത് വെളിയിറങ്ങുന്നത്. ഒരു പെൺകുട്ടിക്ക് നല്ല ലുക്ക് അതാണ്. സ്ത്രീ സൗന്ദര്യത്തെ വൾഗർ വൽക്കരിക്കരുത്, സ്ത്രീ സൗന്ദര്യത്തെ അസഭ്യവൽക്കരിക്കരുത്. സൗന്ദര്യം സൗന്ദര്യമായി നിൽക്കണം. ആ സൗന്ദര്യത്തെ പ്രദർശന വസ്തുവും വിൽപ്പന ചരക്കും ആക്കുമ്പോൾ അതിന് മിതത്വം വേണം. കുറെയൊക്കെ പ്രദർശനമാവും, നമ്മുടെ നാട്ടിലെ റിയാലിറ്റി അതാണ്. പക്ഷെ അതിന് മാന്യതയും മിതത്വവും വേണം. ഹണി റോസിന്റെ മുഖവും ഹണി റോസിന്റെ സൗന്ദര്യ ലാവണ്യവും ഹണി റോസിന്റെ കഴിവുമാണ് കൂടുതൽ പ്രദർശിപ്പിക്കേണ്ടത്. ഹണി റോസിനെ തെറ്റായ രീതിയിലും വൾഗറായ രീതിയിലും വീഡിയോയും ചിത്രങ്ങളും എടുക്കുന്നവരെ അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്. അവരുടെ ഡ്രസ്സിങ്ങിന്റെ അല്ല ആൾക്കാർ പകുതിയും പറയുന്നത്, അവരുടെ ഒരു ബോഡി പാർട്ട് കാരണം മാത്രമാണ്. അതിപ്പോ എടുത്ത് മാറ്റി വെക്കാൻ പറ്റുമോ? അതൊരു ശരീര സൗന്ദര്യം അല്ലേ? അല്ല, അത് മാറ്റി വെക്കാനൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അത് മനഃപൂർവ്വം പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ, അത് മനഃപൂർവ്വം എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ വിമർശനം വരുന്നുണ്ട്. അതിന് അവർ മൈൻഡ്ഫുൾ ആണ്. അവസാനിപ്പിക്കും. നമ്മൾ അവസാനമാകുമ്പോൾ ഒറ്റ വരി മാത്രം. ഈ മഴവിൽ കേരളത്തിന്റെ ഈ പ്രേക്ഷകരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ദയവായി കാണുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സെക്ഷുവാലിറ്റി വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും മാന്യത വേണം. പുരുഷന്റെ വാക്കിനും നോക്കിനും സ്ത്രീയുടെ വസ്ത്രധാരണത്തിനും മിതത്വം വേണം. ഇങ്ങനെ അല്ലാതെ നിങ്ങളോട് പറയുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഉദയം ആഗ്രഹിക്കുന്നതല്ല. നിങ്ങളുടെ കൈയടിക്കോ നിങ്ങളെ പ്രീണിപ്പിക്കാനോ നിങ്ങളെ മണിയടിക്കാനോ പറയുന്നതാണ്. ഈ ഞാൻ പറയുന്നത് ഒരുപക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിന്തിരിപ്പനായി തോന്നാം, നിങ്ങൾക്ക് എന്താ പറയണേ കട്ടിയുള്ളതായും മറ്റും തോന്നാം. പക്ഷേ സത്യം ഇതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് ആ അഭിപ്രായത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചേട്ടനോടോ നിങ്ങളുടെ അച്ഛനോടോ നിങ്ങളുടെ വീട്ടിലുള്ള ആരോടോ ചോദിച്ചാൽ അവർ ഇതേ അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരും. താങ്ക് യു.